ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഥാപാത്രങ്ങളും കൃതികളും എഴുത്തുകാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കണക്ഷൻസൊക്കെ കൊടുത്തിട്ട് പഠിക്കാം. ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്, ഇതേ ടോപ്പിക്കിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളാദ്യം തന്നെ CV രാമൻപിള്ളയുടെ കൃതികളാണ് നോക്കുന്നത്. ധർമ്മരാജ CV രാമൻപിള്ളയുടെ ആണ്. ഇനി അതിനകത്തുള്ള കഥാപാത്രങ്ങളാണ് ചന്ദ്രകാരൻ, ത്രിപുരസുന്ദരി കുഞ്ഞമ്മ, ഹരി പഞ്ചാനനൻ. ഇതൊക്കെയാണ് ചന്ദ്രകാരൻ, ത്രിപുരസുന്ദരി കുഞ്ഞമ്മ, ഹരി പഞ്ചാനനൻ. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ ത്രിപുരസുന്ദരി കുഞ്ഞമ്മ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഏത് കൃതിയിലെയാണ്? ധർമ്മരാജ അല്ലേ? ധർമ്മരാജ ആരുടെയാണ്? CV രാമൻപിള്ളയുടെയാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മളെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. അതായത് ഒരു കുഞ്ഞമ്മയുടെ അടുത്ത് പോയി പറയുകയാണ്, കുഞ്ഞമ്മ ഭയങ്കര സുന്ദരിയാണെന്ന് പറയാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കുഞ്ഞമ്മ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പഞ്ചസാരയും അതേപോലെ തന്നെ ചന്ദ്രക്കാരൻ മാങ്ങയില്ലേ, നിങ്ങളുടെ അവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്നതാണ് ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയുന്ന ഒരു ചെറിയ മാങ്ങ. അപ്പോൾ ഈ പഞ്ചസാരയും ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെ ധർമ്മം ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അതായത് കുഞ്ഞമ്മ സുന്ദരിയാണ്, അതാണ് നമ്മുടെ ത്രിപുരസുന്ദരി കുഞ്ഞമ്മ. അപ്പോൾ അത് കിട്ടിയല്ലോ. പിന്നെ വീട്ടിലെ പഞ്ചസാരയാണ് നമ്മുടെ ഹരി പഞ്ചാനനൻ. വീട്ടിലെ പഞ്ചസാരയും അതേപോലെ തന്നെ ചന്ദ്രക്കാരൻ, അത് നമ്മുടെ പേരിനകത്ത് തന്നെയുണ്ട് അല്ലേ, ചന്ദ്രക്കാരൻ, അത് ധർമ്മം ചെയ്തു. അങ്ങനെ നമുക്ക് ധർമ്മരാജയായിട്ട് കണക്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ? അപ്പോൾ CV രാമൻപിള്ളയുടെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ചോളൂ, ഈ ധർമ്മം ചെയ്യുന്നത് ഒരു കടലാസിലൊക്കെ പൊതിഞ്ഞിട്ടാണ്. ആ കടലാസ് എന്ന് പറയുന്നത് നമ്മുടെ കരിക്കുലം വിറ്റിയാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ CV കരിക്കുലം വിറ്റ CV അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. കുറുപ്പില്ല കളരി കൃതിയിലെ കഥാപാത്രമാണ് പഞ്ചാമൃത കൊച്ചമ്മ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരെണ്ണം കുഞ്ഞമ്മയും ഒരെണ്ണം കൊച്ചമ്മയാണ് കേട്ടോ. കുറുപ്പില്ല കളരിയിലെ കഥാപാത്രം ഏതാണ്? പഞ്ചാമൃത കൊച്ചമ്മ. അപ്പോൾ നമുക്ക് പഞ്ചാമൃത കൊച്ചമ്മ എന്ന് പറയുമ്പോഴല്ലോ, ഒരു കൊച്ചമ്മ കുറിപ്പ്, നമ്മൾ ഈ സാധനങ്ങൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറിപ്പില്ലേ, അത് എഴുതി കൊടുത്തു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ത്രിപുരസുന്ദരി കുഞ്ഞമ്മ അതായിട്ട് തെറ്റിപ്പോവരുത്. ഇത് പഞ്ചാമൃത കൊച്ചമ്മ, കുറുപ്പില്ല കളരി കേട്ടോ. ഇനി അടുത്തത് പ്രേമാമൃതം. അപ്പോൾ ഇതെല്ലാം CV രാമൻപിള്ളയുടെയാണ് കേട്ടോ. പ്രേമാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിലെ കഥാപാത്രമാണ് പങ്കിപ്പണിക്കർ. ഏതാണ്? പങ്കിപ്പണിക്കർ. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുണ്ടല്ലോ, ഈ പ്രേമിക്കുന്ന ആൾക്ക് നല്ല പണിയും കൂടെ വേണമെന്ന് ആലോചിക്കുക കേട്ടോ. പ്രേമിക്കുന്ന ആൾക്ക് നല്ല പണിയും കൂലിയും വേലയൊക്കെ വേണമെന്ന് പറയില്ല, അതുപോലെ തന്നെ പണി വേണമെന്ന് ആലോചിക്കുക, ജോലി വേണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ പ്രേമാമൃതം പങ്കിപ്പണിക്കർ അതായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പണി വേണം ജോലി വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് CV ആയിട്ട് കണക്ട് ചെയ്തൂടെ അല്ലെ? കരിക്കുലം വിറ്റൊക്കെ കൊണ്ട് ജോലിക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രേമാമൃതം കൃതിയിലെ കഥാപാത്രമാണ് പങ്കിപ്പണിക്കർ. ആരുടെയാ? CV രാമൻപിള്ളയുടെ കേട്ടോ. അടുത്തത് മാർത്താണ്ഡവർമ്മ. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഭ്രാന്തൻ ചാന്നാർ. ഏതാണ്? ഭ്രാന്തൻ ചാന്നാർ. അപ്പോൾ നമുക്ക് ഈ ചാന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാന്നാർ ലഹളയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തുകൂടെ? ചാന്നാർ ലഹള മാറുമറിക്കൽ സമരമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് മാർത്താണ്ഡവർമ്മയായിട്ട് അവിടെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. CV രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ധർമ്മരാജ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആലോചിക്കണ്ടേ? ത്രിപുരസുന്ദരി കുഞ്ഞമ്മ ആലോചിക്കുക. അപ്പോൾ സുന്ദരിയാന്ന് പറഞ്ഞപ്പം, കുഞ്ഞമ്മ സുന്ദരിയാന്ന് പറഞ്ഞപ്പം വീട്ടിലെ പഞ്ചസാരയും അതുപോലെ തന്നെ ചന്ദ്രക്കാരൻ മാങ്ങയും ധർമ്മം ചെയ്തു. അപ്പോൾ ധർമ്മരാജയായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അടുത്തെന്താ പറഞ്ഞത്? പഞ്ചാമൃത. അടുത്ത് പറഞ്ഞത് കുറുപ്പില്ല കളരി അല്ലേ? കുറുപ്പില്ല കളരിയിലെ ഒരു കഥാപാത്രമാണ് പഞ്ചാമൃത കൊച്ചമ്മ. അപ്പം കൊച്ചമ്മ കുറിപ്പെഴുതി കൊടുത്തു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ആ കുറിപ്പെഴുതി കൊടുത്തത് ഒരു CVയിലാണ്, കരിക്കുലം വിറ്റയിലാണ് കുറിപ്പെഴുതി കൊടുത്തത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് CV രാമൻപിള്ളയായിട്ട് കണക്ട് ചെയ്യാം. അടുത്ത് പ്രേമാമൃതം. ഓക്കെ, അപ്പോൾ പ്രേമാമൃതം എന്ന് പറയുമ്പോൾ പങ്കിപ്പണിക്കർ. അപ്പോൾ പ്രേമം എന്ന് പറയുന്നത് പ്രേമിക്കുന്ന ആൾക്ക് നല്ല പണി വേണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അതേപോലെ തന്നെ പണിക്ക് വേണ്ടിയിട്ട് CV വേണം, കരിക്കുല വിറ്റം വേണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്തത് മാർത്താണ്ഡവർമ്മ. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഭ്രാന്തൻ ചാന്നാർ. അപ്പോൾ നമ്മുടെ ചാന്നാർ ലഹളയും മാറുമറിക്കൽ സമരമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത് നോക്കാം. P കേശവദേവൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഓടയിൽ നിന്ന്. ആരുടെയാണ്? P കേശവദേവൻ്റെ. അതിലെ കഥാപാത്രങ്ങളാണ് ലക്ഷ്മിയും പപ്പു. ഏതൊക്കെയാണ്? ലക്ഷ്മിയും പപ്പു. ഇനി അറിയാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർത്തോളൂ. നമ്മുടെ സിനിമാ നടൻ പപ്പു ഇല്ലേ, പപ്പു ഓടയിൽ വീണെന്ന് ആലോചിക്കുക കേട്ടോ. പപ്പു ഓടയിൽ വീണ് കഴിഞ്ഞപ്പോഴേക്കും ശവമായി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ P കേശവദേവ്, ശവം എന്നുള്ള രീതിയിൽ അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പപ്പുവിൻ്റെ ഒപ്പം ലക്ഷ്മിയും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ P കേശവദേവിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഓടയിൽ നിന്ന്. അതിലെ കഥാപാത്രങ്ങളാണ് ലക്ഷ്മിയും പപ്പുവും. അടുത്ത് നോക്കാം. MTയുടെയും NPയുടെയും ഒരു കൃതിയാണ് അറബിപ്പൊന്ന്. അതിലെ കഥാപാത്രമാണ്
കോയ. എം ടിയുടെയും എൻ പിയുടെയും കൃതിയാണ് അറബി പൊന്ന്, അതിലെ കഥാപാത്രമാണ് കോയ. നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം അല്ലേ. കോയ എന്ന് പറയുമ്പോൾ നമുക്ക് മാമുക്കോയനെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ മാമുക്കോയുടെ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞുള്ള സിനിമേനകത്ത് മാമുക്കോയും പിന്നെ നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും അറബി വേഷത്തിലൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ. കോയ അറബി പൊന്നായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ എം ടി എൻ പിയുടെ കൃതിയാണ് അറബി പൊന്ന്, അതിലെ കഥാപാത്രമാണ് കോയ. അടുത്ത് നോക്കാം കെ ആർ മീര. കെ ആർ മീരയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ആരാച്ചാർ. ആരാച്ചാറിലെ കഥാപാത്രമാണ് ചേതന. അപ്പോൾ കെ ആർ മീരയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ആരാച്ചാർ, അതിലെ കഥാപാത്രമാണ് ചേതന. സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം. എങ്ങനെയാണ്? ആരാച്ചാർ എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കിക്കൊല്ലുന്ന ആൾ അല്ലേ. ചേതന അറ്റ ശരീരം, തൂക്കിക്കൊന്നു കഴിയുമ്പോൾ ചേതന അറ്റ ശരീരം എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്തൂടെ. ജീവൻ നഷ്ടപ്പെട്ട ശരീരം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. അപ്പോൾ ചേതന കേട്ടോ, ചേതന എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം ഇത് കെ ആർ മീരയുടെയാണ് കേട്ടോ. ആരുടെയാണ്? കെ ആർ മീരയുടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ കെയർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കെ ആർ മീര എന്ന് കിട്ടും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അംബികാസുധൻ മങ്ങാടിൻ്റെയാണ് എൻ മഗജെ. ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അംബികാസുധൻ മങ്ങാടിൻ്റെ എൻ മഗജെ, അതിലെ ഒരു കഥാപാത്രമാണ് നീലകണ്ഠൻ. അപ്പോൾ അംബികാസുധൻ മങ്ങാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എൻഡോസൾഫാനുമായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എൻഡോസൾഫാൻ ഒരു വിഷത്തിൻ്റെ ഒരു കളറായിട്ട് നമുക്ക് നീലയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പം അംബികാസുധൻ മങ്ങാടിൻ്റെ കൃതിയാണ് എൻ മഗജെ, അതിലെ കഥാപാത്രമാണ് നീലകണ്ഠൻ. അതാണ് നമ്മൾ വിഷത്തിൻ്റെ നീലയായിട്ട് കണക്ട് ചെയ്തത് കേട്ടോ. ഇത്രയൊക്കെ അല്ലേ. ഇപ്പോൾ പി കേശവദേവൻ്റെ ഓടയിൽ നിന്ന് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ലക്ഷ്മിയും പപ്പുവും. എം ടി എൻ പിയിലെ കൃതി ഏതാ? അറബി പൊന്നാണ്, അതിലെ കഥാപാത്രമാണ് കോയ. പിന്നെ കെ ആർ മീരയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ് ആരാച്ചാർ, അതിലത്തെ കഥാപാത്രമാണ് ചേതന. അംബികാസുധൻ മങ്ങാടിൻ്റെ എൻ മഗജെ, അതിലെ കഥാപാത്രമാണ് നീലകണ്ഠൻ. അടുത്ത് നോക്കാം പാറപ്പുറം. പാറപ്പുറത്തിൻ്റെ കൃതിയാണ് അരനാഴിക നേരം, അതിലെ കഥാപാത്രമാണ് കുഞ്ഞോനച്ചൻ. ഓക്കെ, പാറപ്പുറം അരനാഴിക നേരം, അതിലെ കഥാപാത്രം ഏതാണ്? കുഞ്ഞോനച്ചനാണ്. അപ്പോൾ കുഞ്ഞോനച്ചൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞും അച്ഛനും കൂടെ അരനാഴിക നേരം, കുറച്ച് നേരം കേട്ടോ, അരനാഴിക നേരം പാറപ്പുറത്തിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ആരൊക്കെ ഇരുന്നേ? കുഞ്ഞും അച്ഛനും അരനാഴിക നേരം പാറപ്പുറത്തിരുന്നു, അല്ലെങ്കിൽ പാറപ്പുറത്തിരുന്ന് ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ. പാറപ്പുറത്തിൻ്റെ കൃതി ഏതാണ്? അരനാഴിക നേരം, അതിലെ കഥാപാത്രമാണ് കുഞ്ഞോനച്ചൻ. ഇനി പാറപ്പുറം എന്നറിയപ്പെടുന്ന ആരാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ആരാ? കെ ഇ മത്തായി അല്ലേ. മത്തായിട്ട് കുടിച്ച് മത്തായിട്ട് പാറപ്പുറത്തിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ബെന്യാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ആടുജീവിതം അല്ലേ. ആടുജീവിതം, അതിലെ കഥാപാത്രമാണ് നജീബ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കോഡിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ബെന്യാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി ഏതാണ്? ആടുജീവിതം, അതിലത്തെ കഥാപാത്രമാണ് നജീബ് കേട്ടോ. അടുത്തത് കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് സൂഫി പറഞ്ഞ കഥ. ഏതാണ്? സൂഫി പറഞ്ഞ കഥ, അതിലെ കഥാപാത്രമാണ് കാർത്തി കേട്ടോ. അപ്പോൾ കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് സൂഫി പറഞ്ഞ കഥ, അതിലെ കഥാപാത്രമാണ് കാർത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. ഈ കഥ കേൾക്കാനൊക്കെ ഉണ്ടല്ലോ, കഥ കേൾക്കാൻ കുറച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആർത്തിയായിരിക്കില്ലേ, ആർത്തി. അപ്പോൾ അങ്ങനെ നമുക്ക് കഥ, അതായത് സൂഫി പറഞ്ഞ കഥ കേൾക്കാൻ ഭയങ്കര ആർത്തിയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ആർത്തിയാണ് നമ്മുടെ കാർത്തി. അതേപോലെ തന്നെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഉണ്ണികൾക്കാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉണ്ണി വെച്ചിട്ട് രാമനുണ്ണി, കെ പി രാമനുണ്ണി കിട്ടുന്നുണ്ട്. അപ്പോൾ കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് സൂഫി പറഞ്ഞ കഥ, അതിലെ കഥാപാത്രമാണ് കാർത്തി. അടുത്ത് നോക്കാം. ഒ ചന്തു മേനോൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇന്ദുലേഖ. ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട്, പഞ്ചു മേനോൻ. ഏതൊക്കെയാണ്? മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട്, പഞ്ചു മേനോൻ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഈ മാധവൻ്റെ ഒരു ഫിലിമില്ലേ, ഈ ബോക്സിങ്ങിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ, ഇരുതി സുട്രു എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് മാധവൻ പഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക, ബോക്സ് ചെയ്യുക, പഞ്ച് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ പഞ്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കയ്യിലൊരു പാട് വന്നു എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാധവൻ പഞ്ച് കൊടുത്തു, അപ്പോൾ പഞ്ചു മേനോൻ, പിന്നെ പാട് വന്നു, അതാണ് നമ്മുടെ സൂര്യ നമ്പൂതിരിപ്പാട് കേട്ടോ. ഇനി പാട് മാറാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇന്ദുലേഖ ക്രീം പറ്റണം എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ നമുക്ക് ഇന്ദുലേഖ കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ആരുടെയാണ്? ഒ ചന്തു മേനോൻ്റെയാണ്. അതെങ്ങനെ കണക്ട് ചെയ്യും? ഇന്ദുലേഖ പറ്റിക്കഴിയുമ്പോൾ നല്ല ചന്തം വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഒ ചന്തു മേനോൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇന്ദുലേഖ, അതിലെ കഥാപാത്രങ്ങളാണ് മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട്, പഞ്ചു മേനോൻ.
ഒ ചന്തുമേനോൻ്റെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കൃതിയാണ് ശാരദ. ശാരദയിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ കേട്ടോ. ഏതാണ്? വൈത്തിപ്പട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ശാരദ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ സിനിമ നടിയില്ലേ ശാരദ, ആ ശാരദനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ ശാരദയ്ക്ക് ഒരു പട്ടർ ചായയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈത്തിപ്പട്ടർ കേട്ടോ. ശാരദ എന്ന കൃതിയിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ. ശാരദനെ കാണാൻ നല്ല ചന്താണെന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒ ചന്തുമേനോൻ്റെയാണ് ശാരദ, അതിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഇനി അടുത്ത് നോക്കാം, ഒ വി വിജയൻ. ഒ വി വിജയൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അതിലെ കഥാപാത്രം ആരൊക്കെയാണ്? രവി, അള്ള പിച്ചമൊല്ലാക്ക, ചാന്തുമ്മ, അപ്പുക്കിളി, മൈമുന. ഏതൊക്കെയാണ്? രവി, അള്ള പിച്ചമൊല്ലാക്ക, ചാന്തുമ്മ, അപ്പുക്കിളി, മൈമുന. ഓക്കെ, ഇനി ഇതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ജസ്റ്റ് പക്ഷിശാസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കിളികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ശാസ്ത്രം പറയിപ്പിക്കുക അല്ലെ, കാർഡ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് ഇങ്ങനെ ശാസ്ത്രം പറയുന്ന ഒരു രീതി ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കിളി എന്ന് പറയുന്ന അപ്പുക്കിളിയാണ്. അതേപോലെ തന്നെ ഏത് കിളിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈനയാണെന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മൈമുന കിട്ടി. അപ്പോൾ അപ്പുക്കിളിയും കിട്ടി, മൈമുനയും കിട്ടി. ഇനി കിളിക്ക് ഇങ്ങനെ ചാന്തൊക്കെ തൊട്ടിട്ടുള്ള കിളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാന്തുമ്മ കിട്ടി. അതേപോലെ തന്നെ ഈ കിളി പോയിട്ട് ഇങ്ങനെ പിച്ച എടുത്ത് കാർഡ്സ് എടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. അങ്ങനെ ജസ്റ്റ് പിച്ച എന്ന് പറയുമ്പോൾ അള്ള പിച്ച മൊല്ലാക്ക നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ കിളീനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച ആളുടെ പേര് രവി എന്നാണ് കേട്ടോ. ആരാണ്? രവി. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? അപ്പുക്കിളി കിട്ടി, മൈന കിട്ടി, പിന്നെ ചാന്ത് തൊട്ടിട്ടുള്ള കിളിയാണ് ചാന്തുമ്മ കിട്ടി, പിന്നെ പിച്ചടിപ്പിച്ചു അള്ള പിച്ച മൊല്ലാക്ക. ആരാ പിച്ചടിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ രവിയാണെന്ന് ആലോചിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ കിളി എടുത്തിട്ടുള്ള കാർഡ്സിനകത്ത് ഇതിഹാസത്തിൻ്റെയൊക്കെ കാർഡ്സ് ആണെന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാർഡുകളൊക്കെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ പറയില്ലേ, ഇനി നിങ്ങൾ വിജയിക്കും, നിങ്ങളുടെ ഭാവി ഇങ്ങനെയാണ്, വിജയിക്കും എന്നൊക്കെ പറയില്ലേ. അങ്ങനെ നമുക്ക് ഒ വി വിജയനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ. ഇനി അടുത്തത് കടൽ തീരത്ത്. ഒ വി വിജയൻ്റെ മറ്റൊരു കൃതിയാണ് കടൽ തീരത്ത്. അതിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ. കടൽ തീരത്തിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ. അപ്പോൾ കടൽ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ കടൽ തീരത്തിലെ എന്ന കൃതിയിലെ കഥാപാത്രം ഏതാണ്? വെള്ളായപ്പൻ. അടുത്ത് നോക്കാം, ഒ വി വിജയൻ്റെ മറ്റൊരു കൃതിയാണ് ഗുരുസാഗരം. ഈ ഗുരുസാഗരത്തിലെ കഥാപാത്രമാണ് ശിവാനി കേട്ടോ. ആരാണ്? ശിവാനി. അപ്പോൾ ഒ വി വിജയൻ്റെ കൃതി ഏതാണ്? ഗുരുസാഗരം. അതിലെ കഥാപാത്രം ശിവാനി. അപ്പോൾ നമുക്ക് ഗുരു എന്ന് പറയുമ്പോൾ ശിവനുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിജയം കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ഒ വി വിജയനായിട്ടും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒ വി വിജയൻ്റെ കൃതിയാണ് ഗുരുസാഗരം. അതിനകത്തുള്ള കഥാപാത്രമാണ് ശിവാനി കേട്ടോ. അപ്പോൾ ശിവൻ ഗുരു ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, വിജയിക്കും എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം, ഉറൂബിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഉമ്മാച്ചു. അതിലെ കഥാപാത്രമാണ് മായൻ. ഓക്കെ, അപ്പോൾ ഉമ്മ മായനെ ഉറുമ്പ് കടിക്കുന്നു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഉമ്മ മായനെ ഉറുമ്പ് കടിക്കുന്നു. അപ്പം ഉറൂബിൻ്റെ കൃതിയാണ് ഉമ്മാച്ചു. അതിലെ കഥാപാത്രമാണ് മായൻ. അതേപോലെ തന്നെ ഉറൂബിൻ്റെ വേറൊരു കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. അതിലെ കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. ആരാണ്? ഇരുമ്പൻ ഗോവിന്ദൻ നായർ. അപ്പോൾ സുന്ദരികളും സുന്ദരന്മാരിലെ കഥാപാത്രം ഏതാണ്? ഇരുമ്പൻ ഗോവിന്ദൻ നായർ. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. ത്രിപുര സുന്ദരി കുഞ്ഞമ്മ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ എഴുതിയത് ആരാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.